അത് ആനുകാലിക രാഷ്ട്രീയ സംഭവവികാസങ്ങൾ പറയുന്ന സിനിമയാണ്. പ്രത്യേകിച്ചും ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ വലിയ രീതിയിൽ വലിയ പ്രശ്നമായി മാറുന്ന ഈ ഇന്ത്യയിലെ സാമൂഹിക സാഹചര്യത്തിൽ അത്തരമൊരു വിഷയമാണ് ബ്ലാക്കിൽ പറയുന്നത്. ഒരു ചിത്രകാരനും എഴുത്തുകാരനുമായ ഒരാളാണ്. അയാൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും അത് ഇന്നത്തെ രാഷ്ട്രീയ ആ ഒരു അന്തരീക്ഷത്തിൽ പറയുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രിവ്യൂ ഷോ കോഴിക്കോട് വെച്ചായിരുന്നു നടന്നത്. അതിനുശേഷം വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഈ സിനിമ ജനകീയമായ രീതിയിലുള്ള പ്രദർശനങ്ങൾ നടത്തുകയും സജീവമായ രീതിയിലുള്ള ചർച്ചകൾ ഈ വിഷയവുമായിട്ട് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പം പ്രദർശനത്തിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. പേരാമ്പ്രയിൽ നിന്ന് ഇപ്പം സുരേഷ് അലീന ഈ ചിത്രത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ആർ ബി ആണ് ഇതിൻ്റെ പോസ്റ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ 3 പേരാമ്പ്രക്കാർ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇതിൻ്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് ദിലീപ് കീഴൂരാണ്. അദ്ദേഹം എഴുത്തുകാരനാണ്, ചിത്രകാരനാണ്. അപ്പം ഇതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് അനിൽ മണമൽ, എഡിറ്റിങ്ങും കളറിങ്ങും ചെയ്തിരിക്കുന്നത് ഹരിജി നായർ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് ദമനിക് മാർട്ടൻ. അങ്ങനെ ടെക്നിക്കൽ സൈഡിൽ മലയാള സിനിമയിൽ നല്ല രീതിയിൽ സജീവമായി നിൽക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് ചിത്രത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ശ്യാം ഗാർഗോസ് എന്ന് പറയുന്ന നടനാണ്. മലയാള സിനിമയിൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലുള്ള വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് വളർന്നു വരുന്ന കലാകാരനാണ്. മിന്നൽ മുരളി, അർജന്റീനിയൻ ഫാൻസ്, കണ്ണൂർക്കടവ്, ഗരുഡൻ തുടങ്ങിയ സിനിമകളിലൊക്കെ തന്നെ വേഷപ്പെട്ടിട്ടുള്ള ശ്യാമ, ഹിഗിറ്റ, നൂറുസിംഹാസനം പോലുള്ള നാടകങ്ങളിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് കൂടിയാണ്. ഇത്രയുമാണ് സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഒരു കാര്യം, ഈ സിനിമ പ്രദർശനത്തിന് ശേഷം ഓപ്പൺ ഫോറം ഇതിൽ രമേഷ് കാവിൽ, രാജൻ തിരുവൂർത്തി, പ്രകാശ് മാഷ്, കരിക്കര തുടങ്ങിയ പേരാമ്പ്രയുടെ സാംസ്കാരിക സാന്നിധ്യമായിട്ടുള്ള പ്രമുഖ വ്യക്തികൾ ആ ഓപ്പൺ ഫോറത്തിൽ പങ്കെടുത്തു. അങ്ങനെ പറയാൻ പ്രകാശ് മാഷ് സംസാരിക്കും. വൈകുന്നേരം 4 ഫിലിം ഫെസ്റ്റിവൽ പേരാമ്പ്ര നടന്നിരുന്നു. തുടർന്നും അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അതിൻ്റെ കമ്മിറ്റിയും. അതിലിപ്പോൾ മെമ്പർഷിപ്പ് പ്രവർത്തനമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ മാഷ് പറഞ്ഞ പോലെ തന്നെ നൂറോളം മെമ്പർഷിപ്പുകൾ ഇപ്പോൾ ഓൾറെഡി കമ്പനി ഫിലിം സൊസൈറ്റിക്കുണ്ട്. അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈ പ്രദേശത്തുകാരെല്ലാം, ചലച്ചിത്ര ആസ്വാദകരും കലാസ്വാദകരും എല്ലാം തന്നെ അവിടെ എത്തിച്ചേരണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഇതിനാവശ്യമായിട്ടുള്ള പ്രചരണങ്ങളും അതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകളും നടത്തണമെന്ന് വളരെ വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.